എത്തിയോസ് 2018 വണ്ടി, 17 ലാസ്റ്റ് 18 ലക്ഷം. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 35. അടുത്ത സ്വിഫ്റ്റാണ് 2021, 2ാം മാസം 38,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. VXi 2021 എർട്ടിക. എന്ത് ഓടിയിട്ടുണ്ട്? VXi വണ്ടി. ഇത് 50,000 കിലോമീറ്റർ. ഇത് 2020 സാൻഡ്രോ. ആ. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് വരുമ്പോഴത്തേക്ക് 15,000. ഫുള്ളാണ്. ഇപ്പോൾ ഓണമല്ലേ, വണ്ടികൾ ഇഷ്ടംപോലെ പോലെ വണ്ടി കൊടുക്കണം, നല്ല വണ്ടി കൊടുക്കണം എന്നുള്ള ആഗ്രഹം. ആഗ്രഹത്തിൽ ഒരു കിൻറ്റ് വണ്ടിയാണല്ലോ എടുത്തിട്ടേക്കുന്നത്, 1-2 വണ്ടിയല്ലോ. അതെ, നല്ലത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്നതാണ്, അല്ലാതല്ല ചെല്ലല്ല. ഇത് 2021 വണ്ടി, സ്വിഫ്റ്റ് ഡിസയർ. ഡീസലാ പെട്രോളാ? പെട്രോൾ വണ്ടി. പെട്രോൾ. 2021 7ാം മാസം വണ്ടി. ഫിറ്റ് കവർ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്, ഉള്ള വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിലമേൽ യൂസ്ഡ് കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ്. നിലമേലാണ്, പ്രോപ്പർ കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിലമേൽ യൂസ്ഡ് കാസിലാണ് വന്നേക്കുന്നത്. ഇവിടുത്തെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് തന്നെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അത് സത്യമാണ്. കാരണം എന്ന് പറയുന്നത് ഏറ്റവും പുതിയ വണ്ടികളും അതേപോലെ തന്നെ ഒരു 10,000 കിലോമീറ്ററിനകത്തൊക്കെ താഴെയുള്ള തോനെയും വണ്ടികൾ, എല്ലാ വണ്ടികളും അങ്ങനെയൊന്നുമല്ല, തോനെയും വണ്ടികൾ അങ്ങനെയൊക്കെയുള്ള വണ്ടികളായിരിക്കും സ്ഥിരം നമ്മൾ വന്നെടുക്കുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ ടാഗ് ലൈൻ സത്യമാവുകയും ചെയ്യും. പിന്നെ റീപ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതും സ്റ്റെപ്പിന് യൂസ് ചെയ്യാത്തതായ അത്രയ്ക്കും കുറച്ച് ഓടിയിട്ടുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല ക്വാളിറ്റി വണ്ടികൾ കാണാൻ താല്പര്യപ്പെടുന്നവരും എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇന്നോവയുടെ ഒക്കെ ഉള്ള എല്ലാത്തരം, അതായത് വലിയ കാറുകളും ചെറിയ കാറുകളും എല്ലാം ഉള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. 11 വണ്ടി, സെക്കൻഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 1.15. 1.15 ഓടിയിട്ടുണ്ട്. സാധാരണ അങ്ങനത്തെ വണ്ടി എടുക്കാത്തതാണല്ലോ. എക്സ്ചേഞ്ച് വന്നതാ. അങ്ങനെ പറയാം. ഞാനത് തുടക്കം പറഞ്ഞേക്കുന്നത് എക്സ്ചേഞ്ച് വന്നുകൊണ്ട് എടുത്ത അവർക്ക് പുത്തൻ വണ്ടി 2027 നമ്മൾ കൊടുത്തതാ. അങ്ങനെ അവരെ എടുത്ത വണ്ടിയാണ്. ചെറിയ പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാം, ഡീസൽ വണ്ടിയല്ലേ. റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സീറ്റ് കവറൊക്കെ ഒന്ന് മാറിയാൽ കൊള്ളാം, നല്ല വണ്ടിയാണ്. ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറി കിടക്കാണോ? ടൈമിംഗ് ചെയിനും എല്ലാം ഒന്നിന്റെ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കട്ടിങ്, അലൈസ് ഇതൊക്കെ ഉള്ള വണ്ടിയാണ്. കൊച്ച് ഒരു പാർട്ടിക്ക് ചെറിയ തോതിലുള്ളൊരു വണ്ടി എടുക്കാവുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കുന്നത് 2.30. 2.30. അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ്സ് ആയിട്ടോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഇത് 2022 4ാം മാസം വണ്ടിയാണ്. ഇതിനകത്ത് ഞാൻ എങ്ങനെ കയറും? അതോടെ കയറാൻ സ്ഥലമില്ലല്ലോ. 2022 4ാം മാസം വണ്ടി, 15,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ഒരു രക്ഷയില്ല നോക്കാൻ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ആയിരുന്നു? 15,000 കിലോമീറ്റർ. ഓക്കെ. അടുത്ത ഇന്നോവ ക്രിസ്റ്റ, സെക്കൻഡ് ഓണർ, വി വേരിയന്റ്. ഏത് വർഷം? 2.4. വർഷം ഏതാ വർഷം? ഇത് 2017 ലാസ്റ്റ് 18 രജിസ്ട്രേഷൻ. 17-18. ഓ, ഇത്രയും ചേർത്തിട്ടേക്കുന്നുണ്ടേ. അത് ഒരെണ്ണം എടുത്ത് മാറ്റിക്കാം നമുക്ക്. എന്തോ ഓടിയിട്ടുണ്ട് ഈ വണ്ടി? ഇത് 85. 85,000. സെക്കൻഡ് ഓണർ. ക്ലീൻ വണ്ടി, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഇത്തവണ കുറച്ച് ഓടിയ വണ്ടികളാണല്ലോ. ഇത്തവണ കുറച്ച് ഓടിയ വണ്ടികളൊക്കെ ആണല്ലോ. നമ്മളെ വീഡിയോയില് എല്ലാം ഓടാത്ത വണ്ടികളല്ലായിരുന്നു ആദ്യം ചെയ്തോണ്ടിരുന്നത്. അതെ. അന്നേരം ഇപ്പൊ നമ്മൾ ഓടിയ വണ്ടിയും കൂടെ ചെയ്യാം. കുറച്ച് ഓടിയതും കൂടെ എടുക്കാം, അഡ്ജസ്റ്റ് ചെയ്തെടുത്തതാ. കുറച്ചേ തുടക്കം പറഞ്ഞതേ വലുതായിട്ട് ഓടാത്ത വണ്ടികളുടെ ഷോപ്പ് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇത്തവണ നമ്മൾ തുടങ്ങിയത് അത്യാവശ്യം ഓടിയ വണ്ടികളാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഇല്ല, കുറച്ച് ഓടിയതും കൂടെ നമ്മൾ എടുത്തതേ ഉള്ളൂ. ഇപ്പൊ ഓണമൊക്കെ അല്ലേ. ഇത് ഒറിജിനൽ കേരള വണ്ടി തന്നെയല്ലേ? ഇത് പിന്നെ തൃശ്ശൂർ വണ്ടിയാണ്. തൃശ്ശൂർ വണ്ടി. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നേ? ഇത് വരുമ്പോഴത്തേക്ക് 20,000. വി വേരിയന്റ്. ഇറങ്ങിയപ്പോ എന്തോ കാണും? ഇറങ്ങിയ സമയത്ത് ഈ വണ്ടിക്ക് എന്തോ വിലയാണ്? ഇറങ്ങിയപ്പോഴത്തേക്ക് അന്ന് 30 ലക്ഷം രൂപ വരും. 30. മൈലേജ് കാര്യങ്ങൾ? പെട്രോൾ അല്ലേ? പെട്രോൾ. മൈലേജ് ഒക്കെ എങ്ങനെയാ? ഇത് വരുമ്പോഴത്തേക്ക് 15-16 മൈലേജ് വരും. ഓക്കെ. അടുത്ത ഇത് ഇന്നോവ 2013. സെക്കൻഡ് ഓണർ വണ്ടിയാണ്.
സെക്കൻഡ് അല്ല, തേർഡ് ഓണർ. തേർഡ് ഓണർ. ആ, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. എന്തോ ഓടിയിട്ടുണ്ട്? ഇത് 1.35, 1,35,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? പെട്രോൾ അല്ല, ഡീസൽ. പെട്രോൾ അല്ല, ഡീസൽ മാറിപ്പോയി. ഓക്കെ. അപ്പോൾ ഈ ടൈമിംഗ് ചെയ്യുന്ന കാര്യമെല്ലാം മാറി കിടക്കില്ല? എല്ലാം കഴിഞ്ഞ് കിടക്കുന്നു. എല്ലാം നിപ്പോണിൽ മാത്രം സർവീസുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 10,4. 10,4. ഇത് 2022 വണ്ടി. 22 വണ്ടി, സിംഗിൾ ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 18 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. പുതിയ വണ്ടിയല്ലേ, 2022 പുത്തൻ വണ്ടി, സിംഗിൾ ഓണർ. 4x4. എന്താ കാണും മൈലേജ് കാര്യങ്ങളൊക്കെ? ഇതൊക്കെ ഒരു 15. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. സ്റ്റെപ്പിനൊന്നും യൂസ് ചെയ്തില്ല? ഇല്ല. ഓക്കെ. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 17 രൂപ. 17. ഏറ്റവും ടോപ്പൻ്റെ വണ്ടി. എത്ര ഉണ്ട് നമുക്ക് ഈ വണ്ടി ഇറക്കാം? ഇത് വരുമ്പോഴത്തേക്ക് 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 5 വർഷം ലോൺ. ഇത് 2020 സാൻഡ്രോ. ആ, എന്തോ ഓടിയിട്ടുണ്ട്? ഇത് വരുമ്പോഴത്തേക്ക് 15,000. ഓണർഷിപ്പ് കവർ കാര്യങ്ങൾ പൊട്ടിച്ചിട്ടില്ല, നീ വീണ്ടും വന്നു. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സെക്കൻഡ് ഓണർ. ഇപ്പോൾ പേര് മാറി അവർ തരുമായിരുന്നു, നമ്മളെ പേരിലോട്ട് മാറിയിട്ടുണ്ട്. ആ, അതായത് നമ്മളാണ് സെക്കൻഡ് എൻ്റെ പേരിലാണ് വണ്ടി. ഓക്കെ. പേര് മാറി അവർ തരുമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ മാറേണ്ടി വന്നു. അങ്ങനെ മാറി കറക്റ്റ് ചെയ്തു. 15,000 ഓടിയ ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇനി അങ്ങ് ഫ്രണ്ടിലോട്ട് വന്നാൽ റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും? ഒന്നുമില്ല. ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ഫ്രണ്ടിൽ, അതേ ഉള്ളൂ. അതൊക്കെ ടച്ച് ആൻഡ് പോളിഷ് നമ്മൾ ചെയ്യില്ലേ? അതെല്ലാം ചെയ്തോളൂ. ഇതാണ്ട് ഇവിടെ ഒരു സ്ക്രാച്ച്. ഇത് 2011 സിംഗിൾ ഓണർ വണ്ടിയാ. സിംഗിൾ ഓണർ. ആ, 55,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ആൾട്ടോ. ഇത് എക്സ്ചേഞ്ച് വന്നതാണ്. നല്ലോണം എടുത്തോണം, എല്ലാം കാണട്ടെ. ചില സമയത്ത് നമുക്ക് തിരക്ക് വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അവിടെ ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നത് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി അത് സ്പീറ്റ് ചെയ്യാനുണ്ട്. വണ്ടിക്ക് അകമൊക്കെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമില്ല. 58 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര ചോദിക്കുന്നത്? 58 കിലോമീറ്റർ. ചോദ്യം എത്രയാ? ഇത് വരുമ്പോഴത്തേക്ക് 1.40. 1.40. ഇത് അടുത്തത്. ഇത് 2012 വണ്ടിയാണ്. 12 വണ്ടി, 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. ഇത് ജെനുവിൻ ഒറ്റ ഓണർ. ഇത്രയും കുറച്ച് ഓടിയുള്ളൂ? ജെനുവിൻ കിലോമീറ്ററാണ്. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു വീട്ടിൽ കിടന്ന വണ്ടിയാണ്. നമ്മളതെല്ലാം കണ്ടത്. സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല. എ സി ആണ്. ഇതൊക്കെ ഇനി പുതിയത് മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ആദ്യത്തെ ഉള്ള പിക്കപ്പാ. 12,000. അവരെൻ്റെ പുതിയ വണ്ടി എടുത്തതാ. എന്നാലും ഇത്രയും കുറച്ച് ഓട്ടം വണ്ടി നോക്ക്. ദാണ്ട ഈ ഡോറൊക്കെ കണ്ടില്ലേ? ദാണ്ട് നോക്കും. അത്രയ്ക്ക് യൂസ് ചെയ്യാതിരിക്കുന്ന വണ്ടികളാണ്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് ഞാൻ മോഹവിലയാണ് ഉദ്ദേശിക്കുന്നത്. 1.35. 1.35. പേപ്പർ കാര്യങ്ങളൊക്കെ എല്ലാം പക്ക. ഇത് 2023 എർട്ടിഗയാണ് കേട്ടോ. VXI വണ്ടിയാണ്. 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6,000? വന്നു തുടങ്ങിയല്ലോ. ഈ വണ്ടികളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. VXI വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. നീറ്റ് ആൻഡ് ക്ലീൻ. മണം പോയിട്ടില്ല. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. അത്ര ഓടിയിട്ടുള്ളല്ലോ. സ്റ്റെപ്പിനെ തൊട്ടിട്ടില്ല. പിന്നെ 100% വണ്ടിയാണ്. നമ്മളെ കസ്റ്റമറിന് നല്ല വണ്ടി കൊടുക്കുക. നല്ല കസ്റ്റമറിന് നല്ല വണ്ടി കൊടുത്ത് ഒരു തൃപ്തിയാവുക. അതെ, അവർക്ക് യാതൊരു തര ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതിരിക്കുക. നല്ല ടയേഴ്സാണ്. 6,000 കിലോമീറ്ററിൽ ഓടുകയുള്ളൂ. ടയേഴ്സ് പറയാം. സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല. അതൊക്കെ തന്നെ അല്ലയോ? അതെ. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 15 രൂപ ചോദിക്കുന്നത്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്.
വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഉണ്ടാവും. 2021 എക്സ്പ്രസ് ആണ് അല്ലേ? എക്സ്പ്രസോ VXI സിംഗിൾ ഓണർ വണ്ടി. ടയറൊക്കെ ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടിയെന്നാ? ഇത് വരുമ്പോഴത്തേക്ക് 24,000. 24. ഫസ്റ്റ് ടയർ തന്നെയല്ലേ? ഫസ്റ്റ് ടയർ 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഏതാ വേരിയൻ്റ് ഏതാ? VXI. നല്ല വണ്ടി. കിടപ്പുണ്ട്. നമ്മളെ ഈ സിറ്റികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി. അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി അല്ലേ? ഫസ്റ്റ് ടയർ തന്നെ. എത്ര ചോദ്യം? വരുമ്പോൾ 4,35. 4,35. ആദ്യം എത്ര രൂപ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഒരു 35 രൂപ 50 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. അടുത്ത 2019 വാഗണർ. ഓണർഷിപ്പ് എത്രയാ? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ എല്ലാ ഫിറ്റിങ്സ് എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്. സീറ്റ് കവർ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്ക് സ്പോയിലർ, സ്കഡിങ് കാര്യങ്ങൾ. 4 ഡോർ പവർ വിൻഡ് ആണല്ലേ? 4 ഡോറാ. ടയർ ഫസ്റ്റ് ടയർ 25,000 കിലോമീറ്റർ ഓടിയ ടയർ തന്നെ. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ 5 ലക്ഷം രൂപ. റൗണ്ട് 5 ലക്ഷം അല്ലേ? ഒരു 50 രൂപ ഇറക്കാം. ഇവിടെ ഫുൾ ലോൺ കയറുന്ന വണ്ടികളെല്ലാം കൂടെ ഇതെല്ലാം ഫുൾ ലോൺ കയറുന്ന വണ്ടികളാണ്. നല്ല ഒരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ കയറൂലേ? ഇത് 2018 വണ്ടി വാഗണർ VXI വണ്ടി. സെക്കൻഡ് ഓണറാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് വരുമ്പോഴത്തേക്ക് 1 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് കഴിഞ്ഞ്. ഈ വാഗണറാ നല്ല വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. എല്ലാം കമ്പനി സർവീസാണ്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 4 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 4 ലക്ഷം. ഇത് ലോൺ ഫുള്ള് കയറൂ? ഇത് കയറും. കയറും. ഇത് 2017 വണ്ടിയാണ്. 17 വാഗണറാണ്. LXI ആണ്. അതിൻ്റെ അകം കാണിക്കുന്ന കാര്യം വലിയ പാടായിരിക്കും. എന്താ ഓടിയിട്ടുണ്ട് ചേട്ടാ? ഇത് വരുമ്പോഴത്തേക്ക് 25,000. ജനുവൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? സെക്കൻഡ് ഓണർ. റീപ്ലേസ് ഒന്നുമില്ല. ടയർ ആവറേജ് ടയേഴ്സ്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 3,60. 3,60,000 രൂപ. അടുത്ത സ്വിഫ്റ്റ് ആണ്. 2021 2-ാം മാസം 38,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. VXI. ഇത് വരുമ്പോൾ 7 ലക്ഷം രൂപ ആണ് നമ്മൾ ചോദിക്കുന്നത്. എത്ര കിലോമീറ്റർ ഓടി? 38. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ആൻഡ്രോയിഡ് അല്ലല്ലോ, സാധാ അല്ലേ? അതെ, കമ്പനി വരുന്നത്. ടയറ് അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഇതിൻ്റെയൊക്കെ സ്റ്റെപ്പിനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, സ്റ്റെപ്പിനി എടുത്തിട്ടില്ല. ഫുൾ ലോൺ കയറുന്ന വണ്ടികളാണല്ലേ? ഫുൾ ലോണോ? 2012 B2. ഇതൊക്കെ എക്സ്ചേഞ്ച് വന്നതായിരിക്കും? എക്സ്ചേഞ്ച് വന്നതാണ്. 2012 സിംഗിൾ ഓണർ വണ്ടിയാണ്. പെട്രോൾ അല്ലേ? ഡീസൽ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു കൊച്ചു പാർട്ടിക്കൊക്കെ ഒരു കുടുംബത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കുന്ന വില 1.5. അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. അത്യാവശ്യം സർവീസൊക്കെ ചെയ്തിട്ടൊക്കെ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇത് ഏത് മോഡലായിരുന്നു? 2012. ഈ പേപ്പേഴ്സ് അപ്പോൾ ഇനിയും കിടപ്പുണ്ടല്ലേ? ഒറ്റ ഓണർ വണ്ടിയല്ലേ, സിംഗിൾ ഓണറല്ലേ. ഇത് 2022 2-ാം മാസം. 2-ാം മാസം ഓൾട്ടോ. 10,000 കിലോമീറ്റർ. 10,000 കിലോമീറ്റർ. വേറെ പറയത്തക്ക എന്തെങ്കിലും അപാകതകൾ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല. ഒന്നുമില്ല. 2 ഡോർ പവർ വിൻഡ് അല്ലേ? ആദ്യം ഓടിയ ടയേഴ്സൊക്കെ തന്നെ. 10,000 അല്ലേ ഉള്ളൂ ഓടിയുള്ളൂ. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 3,85. 3,85,000. 2021
എർട്ടിക. എന്ത് ഓടിയിട്ടുണ്ട്? VXI വണ്ടി. ഇത് 50. 50,000 കിലോമീറ്റർ. VXI. ഓക്കെ. ഇത് സിംഗിൾ ഓണറാ? ഇന്നലെ കൊണ്ടുവന്ന. സീറ്റ് കവർ ചെയ്തിട്ടില്ല. സീറ്റ് കവർ ചെയ്യണം. ഫസ്റ്റ് കമ്പനിയിൽ നിന്ന് വരുന്ന സീറ്റ് കവറാണ്. ഈ കവറൊക്കെ ഞാൻ വലിച്ചു കളഞ്ഞതാണ്. കുറേ പ്ലാസ്റ്റിക്, അത് സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ എടുത്ത് കളഞ്ഞില്ല. വണ്ടിക്കകത്ത് കാണാൻ നല്ല നീറ്റാണ്, കുഴപ്പമില്ല. പക്കാ നീറ്റ് വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 9.5. കിലോമീറ്റർ എത്രയാണ്? 50. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് 2021 വണ്ടി. സ്വിഫ്റ്റ് ഡിസയർ. ഡീസലോ പെട്രോളോ? പെട്രോൾ വണ്ടി. പെട്രോൾ. 2021 7 മാസം വണ്ടി. സീറ്റ് കവർ കാര്യങ്ങൾ ഇതെല്ലാം ഉള്ള വണ്ടി. എന്താ ഓടിയിട്ടുണ്ട്? ഇത് 25. ഇത് 25 ഓടിയിട്ടുള്ളോ? ജെനുവിൻ കിലോമീറ്ററും കാര്യങ്ങളാണോ? എന്താ 2-3 വണ്ടി ഇപ്പോൾ 27-നായി. 25 എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസം കാണല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അത് നമ്മൾ ഇതിന്റെ ബാക്ക് ഇതിലുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നല്ല ടയർ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഫസ്റ്റ് ടയർ തന്നെ അല്ലേ? ഈ എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 7.30. 7,30,000. ഇത് 2016 വണ്ടി. ഡിസയർ ടൂറാണ്. ഇത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ കിടപ്പുണ്ടായിരുന്നു. ഇത്തവണത്തെ വീഡിയോയിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കാൻ ഞാൻ ചോദിച്ചേ, എന്തെങ്കിലും റേറ്റിൽ സ്പെഷ്യൽ കൊടുക്കുന്നുണ്ടോ? അത് ആരെങ്കിലും ഈ ടാക്സി അങ്ങനെയുള്ള ഈ ഓടിക്കാനൊക്കെ പറ്റിയ വണ്ടിയാണ്. ഇത് നമുക്ക് 4,15,000 രൂപയ്ക്ക് കൊടുക്കാം. 4,15,000. 4 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് ഫൈനൽ കൊടുക്കാം. 4 ലക്ഷം രൂപ കൊടുക്കാം ലാസ്റ്റ് ഫൈനൽ. ഡീസൽ അല്ലല്ലോ? ഡീസൽ തന്നെ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് പിന്നെ 72. അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. 2 ടയർ പുതിയത് എടുത്ത് കൊടുക്കും. ബാക്ക് കിടക്കുന്ന 2 മോശമാണ്, അതുകൊണ്ട് 2 കുഴപ്പമില്ല. ഇത് 2007 മാരുതിയാണ്, പുതിയ പേപ്പറാണ്. ഇത് നമുക്ക് 85 രൂപയ്ക്ക് കൊടുക്കും. വെറും 85,000 രൂപ. സൈഡിലാണ്ട ഇതൊക്കെ മറ്റേ പുതിയ വണ്ടിയുടെ സിഗ്നലൊക്കെ കാണിക്കും. ആ ടൈപ്പിലൊക്കെ ചെയ്തേക്കുന്നത് നമ്മളല്ല, കസ്റ്റമർ ചെയ്തേക്കുന്നതാണ്. ഇൻഡിക്കേറ്ററൊക്കെ വീഴും. എത്ര ചോദിക്കുന്നത്? 85. AC വണ്ടി. AC ആണ്. നല്ല പക്ക വണ്ടി. ഇതിന്റെ പേപ്പർ എന്നാ? ഇത് 2000 അല്ലല്ല, ഇതിന്റെ 27 ലാസ്റ്റ് വരെ പേപ്പർ. 28 പേപ്പർ ഉണ്ട്. അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ആകെ എടുക്കണ്ട. ഇത് 2020 ഡിസംബർ വണ്ടി. 21 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. നല്ല വണ്ടിയാണ്, ക്ലീൻ വണ്ടിയാണ്. ഡീസലാണോ? 5,70,000 രൂപയ്ക്ക് തരാം. ടൈമിംഗ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയോ? എല്ലാം കമ്പനി സർവീസ്. കമ്പനി മാറ്റിയിട്ടേക്കാം. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒറ്റ ഓണറാണ്. അവർക്ക് പുതിയ വണ്ടി ഞാൻ കൊടുത്തതാണ്. എർട്ടിക കൊടുത്തപ്പോഴത്തേക്ക് എടുത്തതാണ്. അത്രേ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 5,65,000. ഇത് 2016 VXI സ്വിഫ്റ്റ്. കിലോമീറ്റർ എത്ര? ഇത് 35. റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 5,25,000. 5,20,000. സിംഗിൾ ഓണർ. നല്ല ടയറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാൻസ 2021 വി വേരിയൻറ്റ്. വി വേരിയൻറ്റ് എന്ന് പറയുമ്പം സെക്കൻഡ് വേരിയൻറ്റ്. ഗ്ലാൻസ് എന്ന് പറയാൻ നമ്മളെ ബലേന അല്ലേ? സെക്കൻഡ് ഓണർ. വണ്ടിക്കകമൊക്കെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയുണ്ട്. 18 കിലോമീറ്റർ. 18,000. ഇത് ടോപ്പ് വേരിയൻ്റ് അല്ലല്ലോ? അല്ലല്ല. അല്ല, അലോയ് വീൽസും മറ്റേ പുഷ് സ്റ്റാർട്ട് ബട്ടണൊക്കെ ഉണ്ട്. ഇത് മാറ്റി കൊടുക്കും. കൊണ്ടുവന്നതേ ഉള്ളൂ നമ്മൾ വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 8,4. ഇത് 2020 ഡിസംബർ വണ്ടി. ഓൾട്ടോ. 23,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല. സ്റ്റീരിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ളത് തന്നെയല്ലേ? എല്ലാം ഉണ്ട്. അല്ലാതെ നമ്മൾ അഡീഷൻ വെച്ചൊന്നുമല്ലല്ലോ? ഒന്നുമല്ല. ഈ ടയറൊക്കെ ഫസ്റ്റ് ടയറാണ്. അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 3,40. 3,40. 2018 വണ്ടി.
17 ലാസ്റ്റ് 18 ലക്ഷം. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 35. 35,000 ഡീസലാണേ. ഡീസൽ. ആ. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? ഇത് വരുമ്പോഴത്തേക്ക് 10, 22, 24 മൈലേജ് കിട്ടുമല്ലോ ഏകദേശം. നല്ല മൈലേജുള്ള വണ്ടിയല്ലേ എത്തിയോസ്. അല്ല, കമ്പനി ബേസിലും നല്ല കമ്പനിയാണല്ലോ. അതെ. ടൊയോട്ടയല്ലേ? ടൊയോട്ട സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. വണ്ടിക്കാകമൊക്കെ അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. 9.5. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ 8.4, 8 രൂപയ്ക്ക് നമുക്ക് കൊടുക്കും. 8 രൂപ. നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അടുത്ത 2013 ഡസ്റ്റർ. 13. ആ. എത്രാമത്തെ ഓണർഷിപ്പ്? അത് സെക്കൻഡ്. സെക്കൻഡ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 1.14. ഓ, ഡീസൽ. ഡീസലാണ്. ഓക്കെ. അപ്പം അതിൻ്റെ ഫസ്റ്റ് സർവീസും കാര്യമൊക്കെ കഴിഞ്ഞിടക്കാണോ? എല്ലാം കഴിഞ്ഞ് കിടക്കും. ടൈമിങ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം. ഇത് ടോപ്പ് വേരിയൻ്റ് ആണോ? അല്ലല്ല, സെക്കൻഡ്. സെക്കൻഡ്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യമൊക്കെ പ്രത്യേകം ചെയ്തിട്ടുണ്ട്? എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ, ആൻഡ്രോയിഡ് സെറ്റ്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 4 ലക്ഷം രൂപ. 4 ലക്ഷം. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് വരുമ്പോഴത്തേക്ക് 10, 18, 20 ആ റേഞ്ച് വരും. ആ റേഞ്ച് വരും. ആ. ഈ നല്ല ടയർ കിടപ്പുണ്ട് അല്ലേ? ഈ ടയേഴ്സൊക്കെ പുതിയതായിട്ട് മാറിയിട്ടേക്കാണോ? മാറിയിട്ടേക്കാം. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. അടുത്ത ബ്രീസ. ബ്രീസയുടെ ഒന്നും ഫ്രണ്ട് കാണിക്കാൻ പറ്റാത്ത രീതിയിൽ വണ്ടി നിറഞ്ഞടക്കും അല്ലേ? ആ എത്തിയോസ് ഇത്തിരി ഇമ്പോർട്ടഡ്. അത് ബ്രീസ 2016 വണ്ടി. 2016. ആ. എന്ത് ഓടി? PDI. ഇത് 58. 58,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഇമ്പോർട്ട് എടുക്കും. വണ്ടി മുന്നോട്ട് എടുക്കുവാണ്. ആ. അല്ലാതെ എന്തായാലും ഈ വണ്ടിയുടെ മുൻവശം കാണിക്കാൻ പറ്റൂല. ഭയങ്കര ഞെരുങ്ങി കിടക്കുന്ന വണ്ടികൾ ഫുള്ളാണ്. ഇപ്പോൾ ഓണമല്ലേ? ആ, വണ്ടികൾ ഇഷ്ടം പോലെ ഇട്ട് കൂട്ടിയേക്കാ. വണ്ടി കൊടുക്കണം, നല്ല വണ്ടി കൊടുക്കണം എന്നുള്ള ആഗ്രഹം. ആഗ്രഹത്തിൽ ഒരു കിൻറ്റ് വണ്ടിയാണല്ലോ എടുത്തിട്ടേക്കുന്നത്, 1-2 വണ്ടികളല്ലേ? അതെ. നല്ലത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്നതാണ്, അല്ലാതല്ല ചെല്ലല്ല. എല്ലാം നല്ല വണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്നു. നല്ല കസ്റ്റമറിന് നമ്മൾ ഇഷ്ടംപോലെ കൊടുക്കണം നല്ല വണ്ടി. എത്രയാണ് ചോദിക്കുന്നത്? ഇത് 7 ലക്ഷം രൂപ. ഇത് ഡീസലാണ്, 10-25 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ക്ലീൻ പീസ് വണ്ടിയാണ്. വേറെ അപാകതകൾ പറയാനില്ല. സെക്കൻഡ് ഓണറാന്നേ ഉള്ളൂ. സെക്കൻഡ് ഓണർ. ആ. മൈലേജ് ഒക്കെ എങ്ങനെയായിരിക്കും വണ്ടി? ഇത് വരുമ്പോൾ മൈലേജ് വരുമ്പോഴത്തേക്ക് 25 കിട്ടും. ഓക്കെ. ഡീസലല്ലേ? ബൊലേറോ 2018 വണ്ടി. സിംഗിൾ ഓണറാണ്. അല്ല, സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ്. ആ. ഈ പ്രാവശ്യം നമ്മൾ ഇത്തിരി കൂടുതൽ സെക്കൻഡ് ഓണർ എടുത്ത്. ആ, ഒരുപാടുണ്ടെന്ന് മാത്രമല്ല, അത്യാവശ്യം ഓടിയ വണ്ടികളും അമ്മ ഇത്തവണ കാണിച്ചേക്കുന്നു. ഞാൻ തുടക്കം പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ അധികം ഓടിയ വണ്ടികൾ എടുക്കാത്ത ഒരു ഷോപ്പാണ് എന്നുള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കുറെ കസ്റ്റമർ പറഞ്ഞിട്ടില്ലേ, നമുക്കും കൂടെ ഉള്ളത് വണ്ടി വേണമെന്ന് പറഞ്ഞ് കുറെ അവർ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നേരം പിന്നെ അതും കൂടെയൊക്കെ നമ്മൾ എടുത്തതാ. ഇപ്പം അങ്ങനെ എടുത്തേ അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല. ഇതിപ്പോ എന്തോ ഓടി? ഇത് 58 400 സംതിങ് ഓടിയിട്ടുണ്ട്. ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. മൈലേജ് എന്തോ ആണ്? ഇത് വരുമ്പോഴത്തേക്ക് 15-16 കിട്ടും. വണ്ടിയുടെ പവറും ഉണ്ടല്ലേ? എത്ര CC അത്? ഇത് 1350, 1500 അല്ലേ? ഓക്കെ. 1500. എത്ര ചോദിക്കുന്നത്? 1500. എത്ര ചോദ്യം? എത്ര? ഇത് വരുമ്പോഴത്തേക്ക് 8 രൂപ. 8. അപ്പോൾ നമ്മുടെ വണ്ടികളുടെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നല്ല ക്വാളിറ്റി വണ്ടികളാണ് കാണിച്ചു തന്നത്. ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് പുതിയ വണ്ടികൾ കുറവായിരുന്നു എങ്കിൽ പോലും അത്യാവശ്യം നല്ല വണ്ടികൾ തന്നെയായിരുന്നു. ഓടിയ വണ്ടികളാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ തന്നെയായിരുന്നു കണ്ടത്. അപ്പോൾ അതിൽ എനിക്കൊരു ഡൗട്ടും ഇല്ല കേട്ടോ. വണ്ടി കണ്ടിട്ട് എനിക്ക് നല്ല വണ്ടികളായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് വന്ന് എടുക്കാവുന്ന നല്ലൊരു ഷോപ്പാണ്. പിന്നെ ഇതിലെല്ലാം ഉപരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണും വരെ ബൈ.